ഹലോ അസ്സലാമലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഹെയർ ബാൻഡിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം. അതിന് ഞാനൊരു തുണി എടുത്തിട്ടുണ്ട്. അത് 2 ഇഞ്ച് വെടുത്തും 40 ഇഞ്ച് ലെങ്ത്തുള്ള ഒരു തുണിയായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ അതിന് ബോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 തുണി എടുത്തിട്ടുണ്ട്. അതിലൊരു തുണി 3 ഇഞ്ച് ലെങ്ത്തും 10 ഇഞ്ച് വെടുത്തുമാണ്. ഒന്ന് 2.5 ഇഞ്ച് ലെങ്ത്തും 10 ഇഞ്ച് വെടുത്തുമാണ്. അപ്പോൾ അതൊന്ന് മറിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ നമുക്ക് തിരിച്ച് ഒരു പിന്ന് കുത്തിയിട്ട് തിരിച്ച് മറിച്ചെടുക്കാം. പിന്നെ ഈ മറിച്ചെടുത്ത് ഒന്ന് അയൺ ചെയ്തെടുക്കാം. നമുക്ക് ഇത് ക്രേപ്പാണ് തുണി, അപ്പോൾ അത് നമുക്ക് ഒരേപോലെ ആയി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാവരും അങ്ങനെ ചെയ്യുക. 15 ഇഞ്ച് ലെങ്ത്തുള്ള ഇലാസ്റ്റിക് എടുത്തിട്ട് നമ്മളെ വലിയ പീസ് ഉണ്ടല്ലോ, നമ്മളെ തലൻ്റെ ചുറ്റും വരുന്ന ആ ഒരു തുണിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടി കൂട്ടി യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ബോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇതൊന്ന് വലിച്ച് നമ്മൾ ഈ എലാസ്റ്റിക് ഒന്ന് വലിച്ച് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആക്കി കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ തുണി ഓരോ ഭാഗത്തും ഇങ്ങനെ ചുരുണ്ടതായി നിൽക്കും, എല്ലാ ഭാഗത്തും ഒരുപോലെ നിൽക്കില്ല. അപ്പോൾ അതിന് ശേഷം നമുക്കിനി ബോ ഉണ്ടാക്കി കൊടുക്കാം. അതിന് ഞാൻ അതിൻ്റെ ഒരറ്റത്ത് കൂടെ റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുകയാണ്. നമുക്ക് തുന്നിയിട്ട് നമ്മൾ തുന്നിയെടുക്കുമല്ലോ, അതേപോലെ അങ്ങനെ തുന്നിയെടുത്തിട്ട് റൗണ്ടാക്കിയിട്ടൊരു ഫ്ലവർ പോലെ ആക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫ്ലവറിൻ്റെ രൂപത്തിൽ നമ്മളങ്ങനെ വലിച്ച് പിടിച്ചതിന് ശേഷം ഒന്നും കൂടി ഇങ്ങോട്ട് തുന്നി കൊടുത്താൽ നമുക്ക് റൗണ്ടിലൊരു ഫ്ലവറായിട്ട് കിട്ടും. അങ്ങനെയാണ് ഞാൻ 2 ബോക്ക് വേണ്ടിയിട്ട് എടുത്ത ആ രണ്ടും ഞാൻ അങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ ഒന്നിൻ്റെ മേലെ ഒന്നായിട്ടാണ് വെക്കേണ്ടത്. അപ്പോൾ ഒന്ന് ഞാൻ 3ഉം ഒന്ന് 2.5 ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഒന്നിൻ്റെ മേലെ ഒന്ന് വരുമ്പോൾ ഒന്ന് വലുതും ഒന്ന് ചെറുതും ആയിരിക്കും. അങ്ങനെ 2 തുന്നി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഹെയർ ബാൻഡിൻ്റെ മേലെ വെച്ചിട്ട് അതൊന്ന് തുന്നി കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മേലെ എന്തെങ്കിലും ഒരു ബട്ടൺസോ എന്തെങ്കിലും ഒരു നമ്മൾ ആ തുന്നിയതും കൂടി കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബട്ടൺസും കൂടി ഞാൻ വെക്കുന്നുണ്ട്. ഇനി ഈ ഒരു തുണി കൊണ്ട് തന്നെ നമുക്കൊരു ഫ്ലവർ ഉണ്ടാക്കിയിട്ട് വെക്കുകയാണെങ്കിലും പ്രശ്നമില്ല. ഞാൻ ഒരു വെള്ള ബട്ടൺസ് കിട്ടിയപ്പോൾ അതിൻ്റെ മേലെ വെച്ചു, അതാണ് ചെയ്തത്. അപ്പോൾ എങ്ങനെയുണ്ട്? ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. ഹെയർ ബാൻഡിനുള്ള ഫ്രോക്ക് ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും കാണണേ.